എടാ എന്തൊരു ദുഷ്ടനാണ് നീ. കണ്ണ് നമ്മളോട് സംസാരിക്കണം, നമുക്കത് മനസ്സിലാവില്ല. എന്താ പറയുന്നത്? ഈ കണ്ണ് പറയട്ടെ നമ്മളോട്, നീ ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണിച്ചു തന്നില്ലേ, പലതും കാണിച്ചു തന്നില്ലേ, അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതും ഇല്ലാത്തതൊക്കെ. ഒരു തവണ പോലും ഹബീബിനെ നീ കാണിച്ചു തന്നില്ലല്ലോടാ. നീ എന്തൊരു ദുഷ്ടനാടാ. കണ്ണ് നമ്മളോട് പറയുന്നത് നമുക്കത് മനസ്സിലാവാത്തോണ്ടാ. ചെവി പറയുന്നുണ്ട്, എത്രയോ ഹറാമായതും ഹലാലായതുമായ സൗണ്ട് നീ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സൗണ്ട് നീ കേൾപ്പിച്ച് തന്നില്ലല്ലോ എന്ന് ചെവി സംസാരിക്കുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്ന മഹ്ശറിൽ റസൂൽ എവിടെ ഉണ്ടാവുന്ന പറഞ്ഞു, രണ്ട് സ്ഥലം പറഞ്ഞു. ഒന്ന് ഹൗദിന്റെ അടുത്ത്, മറ്റൊന്ന് സിറാത്ത് പാലത്തിന്റെ അടുത്ത്. ഞാൻ എന്താ പറഞ്ഞറിയോ? നമുക്ക് ദുനിയാവ് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യരുത് എല്ലാം പറഞ്ഞു തന്നു. എല്ലാം പറഞ്ഞു തന്നിട്ടും നമ്മൾ തെറ്റ് ചെയ്തു. എന്നിട്ടും അവസാനം തിരുവിശ്വാസങ്ങൾ ആ സിറാത്തിന്റെ അവിടെ നമ്മൾ നരകത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി കാരുണ്യം കൊണ്ട് അവിടെ വന്ന് കാത്തിരിക്കുക. നമ്മൾ എത്ര തെറ്റ് ചെയ്തവരാണ് ശരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞേ, ഒരാൾക്ക് ഒരു കാമുകി അയാളോട് പറഞ്ഞു ഇന്ന് കളിക്കാൻ പോകണ്ട, ഒരാൾ കളിക്കാൻ പോകില്ല. കാമുകിനോടുള്ള ഇഷ്ടമാണ് വലുത്. അതേപോലെ റസൂലുള്ളാഹിനോട് ഇഷ്ടം വലുതായി കഴിഞ്ഞാൽ റസൂൽ ചെയ്തവരൊന്നും ചെയ്യൂല. അപ്പൊ ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? മൂന്നാമത് റസൂലുള്ളാഹിനോട് ചോദിച്ചു അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഉണ്ടാവാ. അപ്പൊ പറഞ്ഞു മീസാന്റെ തുലാസ് ഉണ്ടല്ലോ, മീസാൻ, ആ മീസാൻ തുലാസ് തൂക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. മഹ്ശറിൽ സഹോദരങ്ങളെ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല, ഒരൊറ്റ ആൾക്ക് അവിടെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഏറ്റം ഖബറിലെ ഉൽമത്ത് എടങ്ങ